നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സരസുവിൻ്റെ മകൻ്റെ കല്യാണമാണ്, ആകാശിൻ്റെ. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോവുകയാണ്. ഇപ്പോൾ താലികെട്ടിന് ഞാനും സരസും കൂടി ഞങ്ങൾ കാറിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരും. ശരിക്കും അവരുടെ ചടങ്ങ് പ്രകാരം സരസുവിന് പോകാൻ പാടില്ല അത്ര കല്യാണത്തിന്. പക്ഷെ സരസുവിന് മോഹമുണ്ട് കല്യാണത്തിന് താലികെട്ട് കാണുന്നത്. അപ്പോൾ അതാ കുട്ടിയുടെ വീട്ടിലെ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്. അപ്പോൾ ചടങ്ങുകളൊക്കെ കാണിച്ചു തരാം. ഇതേ ഒരു സ്ഥലത്ത് നിന്നിട്ട് തന്നെയാണ് നിശ്ചയത്തിൻ്റെ വീഡിയോ ഞാൻ ഇൻട്രോ പറഞ്ഞത്. അവിടെ നിന്ന് നിന്നിട്ട് പറയണം. അന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് സരസുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സദ്യ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോട്ടെ, വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതേ സരസുവിനെ വണ്ടിയിൽ കയറ്റി അമ്മായിമ്മ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടെൻഷനിലാണ് ആള്. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ നീ കാണിച്ചു തരാം. ഞങ്ങൾ പോട്ടെ കേട്ടോ. ഞങ്ങൾ എന്നാലാണ് ഈ വണ്ടിയിൽ. കല്യാണച്ചക്കൻ്റെ ഈ വണ്ടിയിലാണ് കേട്ടോ. കല്യാണച്ചക്കനെ കാണാൻ വണ്ടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും എത്തിയിട്ട് ഒപ്പം എല്ലാ വണ്ടി കൂടെ ഒപ്പം പോവാച്ചിട്ടാണ് ആകാശ്. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വണ്ടികളും ഉണ്ട്. വരി വരിയായിട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക്. കല്യാണ പെണ്ണും അനിയത്തിമാരുമാണ് ഇത്. ശിവയുടെ അമ്മയുണ്ട് കേട്ടോ, അനിയത്തി. അനിയത്തി ഇവിടെ വാ, കാണിച്ചെടുക്കട്ടെ. അച്ഛനും ഇവിടെ കാണാല്ലേ, കുഞ്ഞനി. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോ. കുഞ്ഞൊരമ്പലാണ് അവിടെ. കല്യാണത്തിന് എല്ലാ സെറ്റപ്പുകളും റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല രസമുള്ള കുഞ്ഞൊരമ്പലം. കുറേ ആൾക്കാരുണ്ട്. അവരുടെ വരൻ്റെ പാർട്ടിക്കാരും വധുവിൻ്റെ പാർട്ടിക്കാരും എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ ഓരോന്ന് തുടങ്ങായി കേട്ടോ. ഒരു മാലയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമായിട്ടോ. താമരമാല എന്തൊരു ഭംഗിയാണ് കാണാറിയോ. ബൊക്കെ അതുകൊണ്ട് തന്നെയാണ്. സാധാരണ മുല്ലുകൊണ്ടും കദമ്പം കൊണ്ടും ഒക്കെയാണ് മാല കാണുന്നത്. പിന്നെ തുളസിമാലയും കാണലുണ്ട്. താമര വളരെ റെയറാണ് കാണുന്നത്.
ആകാശിന്റെ പെങ്ങളും ഹസ്ബൻഡുമാണ്, ഗണേഷുമാണ് ഇത്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കല്യാണപ്പെരയിൽ വന്നു. ഇതാണ് ശരിക്കും കല്യാണപ്പെര കേട്ടോ. സരസുവിൻ്റെ വീട് എല്ലാവരും ചോദിക്കാറില്ലേ, ഇതാണ് സരസുവിൻ്റെ വീട്. സരസു ഒന്ന് ടെൻഷൻ അടിച്ച് വേറെ പിടിക്കണേ. സരസുവിൻ്റെ വീട് കാണിച്ചതാ. ഫോട്ടോ കൊച്ചിന് അവരൊക്കെ ഇനി പെണ്ണും ചെക്കനൊക്കെ വരും, കുറച്ച് കഴിയും വരാൻ. ഇവിടെയും ഭക്ഷണമൊക്കെ റെഡിയാണ്. അടുക്കള കുഞ്ഞു വീടാട്ടോ ഞങ്ങളുടെ. ഞാൻ ഡൈനിങ് ടേബിൾ കണ്ടില്ല. ആ ടേബിൾ അടിപൊളി. ആ അടിപൊളി. അവിടെയാണ് ഭക്ഷണം പെര. കളമ്പുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ട്. ഞാൻ അവിടുന്ന് ആ ടീം കംപ്ലീറ്റ് ഇങ്ങോട്ട് വരും. അവിടെയും ഫുഡൊക്കെ ഉണ്ട്. മാധവേട്ടനല്ലേ? അപ്പൊ ഞാൻ അച്ഛനുള്ള ഫുഡ് കൊണ്ടുപോവാനേ. അച്ഛൻ റൈസൊക്കെ കഴിക്കും. ഇതെൻ്റെ മക്കളല്ല, പക്ഷെ മക്കളുടെ പോലെ തന്നെയാണ്. ഒന്ന് ബഷീർ, സുജിത്ത്. ബഷീർ ഫോട്ടോഗ്രാഫറാണ്, സുജിത്ത് എഡിറ്ററാണ്. രണ്ടുപേരും നമ്മുടെ വീട്ടിലെ എപ്പോഴും വരുന്നവരാണ്. സരസുവിനും ഒക്കെ പ്രിയപ്പെട്ടവരാണ്. ഇത് സരസുവിൻ്റെ ഏട്ടനാണ്. പച്ചക്കുപ്പായിട്ടത് ആകാശിൻ്റെ മരുമക്കൾ, അതായത് സരസുവിൻ്റെ മകളുടെ കുട്ടികളാണ്. ഇത് പെങ്ങളുടെ ചെറിയ മകൻ. വീട് പെയിൻ്റ് അടിച്ച് മുഴുവൻ ആകാശിൻ്റെ കൂട്ടുകാരാ. പ്രജീഷ്, നമ്മുടെ പാഞ്ചേർത്തിയമ്മയുടെ മകൻ. പിന്നെ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ ഫ്രണ്ടാണ്. ഈ ചിത്രമൊക്കെ വരച്ചത് ആകാശും ശിഖയും കൂടിയുള്ളൊരു ചിത്രം, ഗംഭീര ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ട്. അടിപൊളി സദ്യ, സൂപ്പർ സദ്യ. ബിരിയാണി ഉണ്ട്, പിന്നെ അതിൻ്റെ പുറമെ ചിക്കൻ ഉണ്ട്. ഇത് കംപ്ലീറ്റ് വെജ് കേട്ടോ. റൈസ് വേറെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് റൈസ്. അപ്പോൾ ഇന്ന് കല്യാണം കൂടലൊക്കെ കഴിഞ്ഞു. ഗംഭീരമായി ചടങ്ങുകളൊക്കെ. എന്താ അമ്പലത്തിൻ്റെ വരുന്ന ചേലന്നൂർ അമ്പലത്തിലൊക്കെ ഒപ്പത്ത് വെച്ചിട്ടായിരുന്നു, ഉപ്പിലാശ്ശേരി അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. ഞാൻ സരസും കൂടി പോണ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുകൂടാ. അങ്ങനെ അടിപൊളിയായി. ഇനി എന്തായാലും മക്കൾ നന്നായിട്ട് ജീവിക്കട്ടെ, നല്ല അമ്മായിയമ്മയായിട്ട് അവർക്ക് അടങ്ങേറുണ്ടാക്കാൻ്റെ അവരുടെ കൂടെ കുത്തി തിരക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടുത്തടുക്കുള്ള വിശേഷങ്ങളായി വീണ്ടും കാണാം.